ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക. വൈദ്യുതി തൊഴിലാളികൾ 2 മണിക്കൂർ ജോലിയിൽ നിന്നും വിട്ടുനിന്ന് പ്രതിഷേധിച്ചു. വടകര പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പ്രതിഷേധ സമരം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. വിവിധ സംഘടനകൾ സംയുക്തമായാണ് സമരം സംഘടിപ്പിച്ചത്. വടകര പഴയ സ്റ്റാൻഡ് പരിസരത്ത് വൈദ്യുതി തൊഴിലാളികളും ഓഫീസർമാരും പെൻഷൻകാരും കരാർ തൊഴിലാളികളും പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ജൂലൈ 10-ന് 2 മണിക്കൂർ സമയം ജോലിയിൽ നിന്നും ദേശീയ തലത്തിൽ വിട്ടുനിന്നുകൊണ്ടാണ് പ്രതിഷേധത്തിൽ തൊഴിലാളികൾ പങ്കെടുത്തത്. വടകരയിൽ നടന്ന പ്രതിഷേധ യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. അതിനോടുള്ള വിയോജനക്കുറിപ്പ് അതിശക്തമായ നിലയിൽ അവതരിപ്പിക്കുക എന്ന ആദ്യഘട്ട നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സമരം സ്വീകരിച്ചത്. നരേന്ദ്രമോദി രാജ്യത്തിന്റെ അധികാരത്തിലെ കാര്യവൽക്കരണ നടപടികൾ ആദ്യമായിട്ട് ആരംഭിച്ചതല്ല. 2014 കാലത്ത് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വരുമ്പോഴും 2014 മുമ്പ് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് രാജ്യത്തെ തൊഴിലാളി വർഗത്തിനോടോ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയോടോ ഒന്നും താല്പര്യമുള്ള ഒരാളായിരുന്നില്ല ഇന്ത്യയുടെ ഭരണാധികാരി, ഇന്നത്തെ ഭരണാധികാരി നരേന്ദ്രമോദി എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരി ഈ രാജ്യത്തെ ജനതയോ ഈ രാജ്യത്തെ ഭരണഘടനയോ ഈ രാജ്യത്തെ മതനിരപേക്ഷതയോ ഈ രാജ്യത്തെ ഫെഡറലിസമോ ഇതൊന്നും നരേന്ദ്രമോദിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. നരേന്ദ്രമോദിയെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സമ്പത്ത് നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തോടന്മാർക്ക് തീരെഴുതി കൊടുക്കുക എന്നതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക, അതിനാവശ്യമായ നിലയിൽ രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങളെയെല്ലാം അവർക്ക് അനുകൂലമായ നിലയിൽ നിയമം മൂലം മാറ്റി തീർക്കുക എന്ന് പറയുന്ന പ്രവണതയാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കുന്നത് എന്ന് കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇന്നിപ്പം ഇന്ത്യൻ പാർലമെന്റിനകത്ത് വൈദ്യുതി ഭേദഗതി നിയമം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾക്കൊരു സംശയവും വേണ്ട, ആ പാർലമെന്റിനകത്ത് ജനാധിപത്യപരമായ നിലയിൽ ഒരു ചർച്ചയ്ക്കും അവസരം കൊടുക്കില്ല. നരേന്ദ്രമോദി ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ള എല്ലാ ബില്ലുകളും ഇന്ത്യയുടെ പാരമ്പര്യത്തിന് വിരുദ്ധമായി, ഒരു ജനാധിപത്യ രീതിക്ക് വിരുദ്ധമായിട്ടാണ് നരേന്ദ്രമോദി എല്ലാം നടപ്പിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 29 നിയമങ്ങളെ 4 ലേബർ കോഡുകളാക്കി നരേന്ദ്രമോദി അവതരിപ്പിച്ചു. 4 ലേബർ കോഡുകളാക്കി നരേന്ദ്രമോദി തൊഴിൽ നിയമങ്ങളെ മാറ്റുമ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊരു ഡിമാൻഡ് ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്റെ ഭാഗമായിട്ടല്ല നരേന്ദ്രമോദി അത് ചെയ്തത്. വിശദീകരണം KCB സംസ്ഥാന കൗൺസിൽ അംഗം സുദീപ് R നടത്തി. ചടങ്ങിൽ KEWF വടകര ഡിവിഷൻ സെക്രട്ടറി ബിജു MT അധ്യക്ഷത വഹിച്ചു. KCB WA വടകര ഡിവിഷൻ സെക്രട്ടറി M ഷാജി സ്വാഗതം പറഞ്ഞു. അഭിവാദ്യം അർപ്പിച്ച് പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി ജയരാജ് TH, KCB WA സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് K എന്നിവർ സംസാരിച്ചു. കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദാസൻ NK നന്ദി പറഞ്ഞു.